ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി കാണാം. ഇതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പയർ മെഴുക്ക് പുരട്ടിക്ക് ആദ്യം പയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. പയർ അരിയുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് കൊച്ചുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ജാറിനകത്ത് ചതയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ മെഴുക്ക് പുരട്ടിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, 2 തുണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഇതിനകത്തോട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വേകുന്നതിനായിട്ടൊന്ന് മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്നും സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.